എല്ലാവർക്കും നമസ്തേ. ഒരു രാഷ്ട്രനായകൻ എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. നമ്മുടെ അഭിമാനം, രാഷ്ട്രത്തിൻ്റെ അഭിമാനം ആരുടെയും മുന്നിൽ അടിയറ വയ്ക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി അമേരിക്ക ഉൾപ്പെടെയുള്ള ശാക്തിക ചേരികൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന നടപടികളാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, പ്രധാനമന്ത്രി ആയതിനു ശേഷം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി. അതായത് നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ അധികാരമേറി. അതിനുശേഷം ഇവർ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ട്രംപിനെ പറഞ്ഞിരുന്നത് നല്ല സുഹൃത്ത്, ഉറ്റ സുഹൃത്തെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതേ രീതിയിൽ ബന്ധം മുന്നോട്ട് പോയി. അതിനുശേഷം വന്ന ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷവും വലിയ കുഴപ്പമില്ലാതെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതിലെല്ലാം മാറ്റം വരാൻ തുടങ്ങിയത്. കാരണം ട്രംപിനെ കുറിച്ച് നമുക്കറിയാം, ഒരു സ്ഥിരബുദ്ധിയുള്ള ആളുടെ രീതിയിലുള്ള പ്രവർത്തനമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനമാകട്ടെ വാക്കുകളാകട്ടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഉച്ചക്രിക്കൻ്റെ കൂട്ട് എക്സെൻട്രിക്കിൻ്റെ ഒരു സ്വഭാവത്തിലാണ് പുള്ളി പറയുന്നത്, ഓരോന്നും പറയുന്നത്. അദ്ദേഹത്തിനൊരു മോഹമുണ്ടായി, അദ്ദേഹത്തിന് ലോകത്ത് സമാധാനം പുനഃസ്ഥാപിച്ചത് അദ്ദേഹമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയെടുക്കണം എന്നുള്ള ഒരു മോഹം കലശലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാകിസ്ഥാനുമായിട്ട് പഹൽഗാം പ്രശ്നത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ടൊരു സംഘർഷം ഉണ്ടാകുന്നു. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. നമ്മുടെ സൈന്യം അവിടുത്തെ താവളങ്ങളെല്ലാം ഭീകര താവളങ്ങൾ തകർത്തു, അവരുടെ വ്യോമതാവളം തകർത്തു, കറാച്ചിയിലെ നാവികസേന ആസ്ഥാനവും തകർത്ത് നമ്മൾ ശക്തമായി തിരിച്ചടിച്ചു. ഇതിൽ ഭയന്നു പോയ ആ രാജ്യം തന്നെ ഇല്ലാതാകും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ്, അവിടുത്തെ സൈനിക മേധാവിയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവർ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി, പുറത്തു വരാതെ എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ അവർ മാറി നിൽക്കുകയായിരുന്നു. നാഥനില്ലാത്ത ഒരു രാജ്യം പോലെ പാകിസ്ഥാൻ കുറേ നാൾ മാറുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന് ഇവർ ഇതിൻ്റെ സൈന്യത്തിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥർ ഇന്ത്യയോട് വളരെയേറെ അപേക്ഷിച്ചതിന് ശേഷം ഇന്ത്യ സൈനിക നടപടി നിർത്തിവെച്ചു. അപ്പോഴേക്കും പാകിസ്ഥാന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നഷ്ടങ്ങളാണ് ഉണ്ടായത്. നമുക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. ഉണ്ടായില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. നമ്മുടെ ജമ്മു കാശ്മീരിലെ ചില മേഖലകളിൽ ഇവർ പാകിസ്ഥാൻ സൈന്യം ഷെല്ലാക്രമണം നടത്തി നമ്മുടെ കുറേ പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി, അവരുടെ സ്വത്തുവകകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി. അതിലുപരി പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ള പോലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. ആ പാകിസ്ഥാൻ തന്നെ ഇല്ലാതാകുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവർ നമ്മുടെ കാല് പിടിച്ചു. അവരപേക്ഷിച്ചു, ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ അന്നേരം യുദ്ധം നിർത്തി. ഇതിൻ്റെ ക്രെഡിറ്റൂടെ തൻ്റെ തോളിലാക്കിക്കൊണ്ട്, തൻ്റെ പോക്കറ്റിലാക്കിക്കൊണ്ട് അവിടെ സമാധാനം സൃഷ്ടിച്ച് എന്ന് വരുത്തി തീർത്ത് നൊബേൽ സമ്മാനം നേടിയെടുക്കാം എന്ന് ട്രംപ് വളരെയേറെ മോഹിച്ചു. അതനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറ്റ സുഹൃത്തുമാണല്ലോ. അദ്ദേഹം പറയും ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നിർത്തിയത് ട്രംപ് ഇടപെട്ടിട്ടാണെന്ന് പറയും എന്ന് ഉള്ള ആ ഒരു വിചാരത്തോടു കൂടി ട്രംപ് ഒരു വെടി അങ്ങ് പൊട്ടിച്ചു. ഈ യുദ്ധം അവസാനിപ്പിച്ചത് തൻ്റെ ഇടപെടലിലൂടെയാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഇതിനെ ആദ്യം നമ്മുടെ സർക്കാർ, മോദി ഉൾപ്പെടെ അത്ര മൈൻഡ് ചെയ്യാൻ പോയില്ല, അത് കാര്യമാക്കിയില്ല, ഇതിന് മറുപടി കൊടുക്കാൻ പോയി. പക്ഷേ നമുക്കെല്ലാം അറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് ഈ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ ഒരു മൂന്നാമത് രാജ്യത്തിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ മൂന്നാമത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഒരു ഏജൻസിയുടെ ഇടപെടൽ നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ള നയമാണ് നമ്മുടേത്.
അതും പ്രകാരം അമേരിക്കയല്ല, നമ്മുടെ ഉറ്റ സുഹൃത്തായ റഷ്യ പോലും ഇതിനകത്ത് ഇടപെടാറില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ട്രംപ് പറഞ്ഞത് അയാൾ ഇടപെട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നിർത്തലാക്കിയത്. 2-3 പ്രാവശ്യം അയാൾ ആ അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഇന്ത്യ ശക്തമായിട്ട് അതിന് മറുപടി കൊടുത്തു. ഇതിനകത്ത് ആരുടെ ഇടപെടലില്ല. പാകിസ്ഥാൻ്റെ ആ അപേക്ഷ പ്രകാരം ആണ് സൈന്യ നടപടി നിർത്തിവെച്ചത്. ഇത് ട്രംപിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ നൊബേൽ സമ്മാന മോഹം പൊലിയാണ് അവിടെ ചെയ്തത്. ഇതിനിടയ്ക്ക് ഇയാളൊരു കളി ഇവിടെ കളിച്ചു. ഇടയ്ക്ക് നമ്മുടെ കാനഡയിൽ വെച്ച് ഒരു G7 യോഗമാണെന്ന് തോന്നുന്നു, അത് നടന്നു. നമ്മുടെ ഇന്ത്യ അതിനകത്തിലെ ക്ഷണിതാവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ യോഗത്തിൽ പങ്കെടുക്കാൻ പോയി. യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ട്രംപ് തിരിച്ച് അമേരിക്കയ്ക്ക് തിരിച്ചു പോയിട്ട് ഇയാൾ എന്താണ് ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ സുഹൃത്തല്ലേ, തിരിച്ച് ഇന്ത്യക്ക് പോകുന്ന വഴിക്ക് അമേരിക്ക ന്യൂയോർക്കിൽ നിന്ന് വാ, നമുക്കിവിടെ വെച്ച് ചായയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് പോകാം എന്നും പറഞ്ഞ് ക്ഷണിച്ചു. നരേന്ദ്രമോദി അത് മൈൻഡ് ചെയ്തില്ല, കാര്യമാക്കിയില്ല. അതിന് ഒരു വിലയും കൊടുക്കാൻ പോയില്ല. അദ്ദേഹം തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോകും. പക്ഷേ ട്രംപ് അവിടെ വലിയൊരു കെണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ അയാൾ എന്താണ് ചെയ്തത്? പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ അമേരിക്കയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ് കൊട്ടാരത്തിൽ വിളിച്ച് സൽക്കാരമൊക്കെ നടത്തി. ഇയാൾ ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി അവിടെ ചെല്ലും, ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ചിരുത്തി സൽക്കരിച്ചു കഴിഞ്ഞാൽ ലോകത്തോട് പറയാം, അതാണ്ട് കണ്ടോ ഞാൻ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമായിരുന്നു, എൻ്റെ ഇടപെടലാണ് അവർ തമ്മിലുള്ള സംഘർഷം തരുന്നത്, കണ്ട് അവർ രണ്ടു കൂട്ടിനും കൂടി ഇവിടെ വന്ന് എൻ്റെ സാന്നിധ്യത്തിൽ സംസാരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് ചതിക്കാൻ വേണ്ടിയായിരുന്നു അയാളത് ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ മൈൻഡ് ചെയ്യാതെ ഇന്ത്യക്ക് തിരിച്ചു വന്നു. ഇതും ഇയാളെ കോപിഷ്ഠനാക്കി നമ്മുടെ ട്രംപിനെ. അതോടുകൂടി അയാൾ ഇന്ത്യയെ ശിക്ഷിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഇറക്കുമതി ചുങ്കം അങ്ങ് കൂട്ടി. അതിനൊരു കാരണം പറഞ്ഞു, നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നു, റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം നടക്കുകയാണ് വർഷങ്ങൾ കൊണ്ട്, അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ അവിടുന്ന് എണ്ണ മേടിക്കുന്നത്, ആ പണം കൊണ്ടാണ് യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നത്, അതുകൊണ്ട് ഈ എണ്ണ മേടിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ 50% തീരുവ ഞങ്ങൾ ചുമത്തും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെന്ന് പറഞ്ഞ് വിരട്ടി. നമ്മളതിന് മറുപടി ഒന്നും പറയാൻ പോയില്ല, മൈൻഡ് ചെയ്യാൻ പോയില്ല. നമ്മൾ കൂടുതൽ ശക്തമായി റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചുകൊണ്ടേയിരുന്നു. ഇത് ഈ ട്രംപിന് പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഈ സെപ്റ്റംബർ 27-ാം തീയതി തൊട്ട് അയാൾ അവിടെ ചുങ്കം തീരുവ കൂട്ടി. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിന് മരുന്ന് കണ്ടെത്തി. കാരണം മറ്റ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള നമ്മുടെ വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് അതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ടായി. ചൈന കഴിഞ്ഞ 7 വർഷമായിട്ട് ചൈന ഇന്ത്യ ബന്ധം അത്ര ഊഷ്മളമല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗാൽവാൻ സംഭവത്തിന് ശേഷം ഗാൽവാനിൽ ഉണ്ടായ നമ്മൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് അതിലും അതീവ ശക്തമായ തിരിച്ചടിയാണ് നമ്മൾ ചൈനയ്ക്ക് കൊടുത്തത്. അതോടുകൂടി സംഘർഷം ഉരുണ്ടുകൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരു മേഖലയായിരുന്നു നമ്മുടെ ചൈന ഇന്ത്യ ആ 2 രാജ്യം ഉൾപ്പെടുന്ന മേഖല. പെട്ടെന്ന് അവിടുത്തെ പ്രസിഡന്റ് നമ്മുടെ രാഷ്ട്രപതിക്ക് ഒരു കത്തയച്ചു. ആ കത്ത് നമ്മുടെ പ്രധാനമന്ത്രിക്കും അല്ല അയച്ചത്, പ്രധാനമന്ത്രിക്ക് അയക്കാൻ അദ്ദേഹം ഭയന്നു. കാരണം പ്രധാനമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹത്തിനൊരു ശങ്കയുണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രപതിക്ക് ഒരു കത്തയച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണം, ആ കത്തിൻ്റെ പകർപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്തയച്ചു. നമുക്ക് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കണം എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന പദത്തിനുണ്ടായിട്ടുള്ള ആ ശക്തി, നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുള്ള ആ ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹത്തെ
രാഷ്ട്രപതിയിൽ കൂടി ക്ഷണിച്ച് പ്രധാനമന്ത്രി ഇപ്പോൾ ചൈനയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ചൈനയിൽ അവിടുത്തെ പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ശക്തമാണ് ഭാരതം എന്നുള്ള കാര്യം ഇപ്പോൾ. നേരത്തെ ആയിരുന്നില്ല. ഇതിനു മുമ്പ് നമുക്ക് കുറേയേറെ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരായിരുന്നു നമ്മുടെ ഒരു 90% കാലവും രാജ്യം ഭരിച്ചിരുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. അന്നൊന്നും ഇല്ലാത്തൊരു ലോകത്തിന് മുന്നിലുള്ള ഒരു സ്ഥാനമാണ് ഭാരതത്തിനുള്ളത്. ഇത് ഈ ചൈനയും ഇന്ത്യയും അവർ തർക്കങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് പോകാൻ ശ്രമിക്കുകയാണ് എന്ന് തോന്നിയപ്പോൾ ട്രംപിന് വീണ്ടും നേരത്തെ തന്നെ പിരിവെട്ടിയ ആളാണ്. ആ പിരി പൂർണ്ണമായിട്ടും ഒന്ന് വെട്ടിയ അവസ്ഥയിലാണ്. അമേരിക്കയിലുള്ള സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്നുണ്ട് ഇന്ത്യക്ക് എതിരെ ഇങ്ങനെ തീരുവ കൂട്ടിയത് അമേരിക്കൻ്റെ തന്നെ നാശത്തിനാണ് കാരണമാകുക എന്ന്. കാരണം ഇന്ത്യയിൽ 145 കോടി ജനങ്ങളുണ്ട്, വലിയൊരു വിപണിയാണ്. നമ്മുടെ ഈ വിപണി പിടിച്ചടക്കാൻ എല്ലാ മേഖലയിലും കടന്നു കയറണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ നരേന്ദ്രമോദി വേണ്ടാന്ന് വെച്ചത്, ചവിട്ടിത്തച്ചത്. അതിൻ്റെ പ്രതികാരമെന്നോണമായിരുന്നു ട്രംപ് നമ്മളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത്. ആ ഭീഷണിക്ക് വഴങ്ങാതെ നമ്മൾ ശക്തമായ നിലപാടെടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഭാരതത്തിന് ഇത്രമാത്രം മറ്റ് രാജ്യങ്ങൾ വില കൽപ്പിക്കാൻ കാരണം. ചൈന തന്നെ മനസ്സിലായി തങ്ങളെക്കാട്ടിൽ ശക്തമാണ് ഭാരതം. അവിടുത്തെ ജനങ്ങൾ ചൈനക്കാരെക്കാട്ടിൽ രാഷ്ട്രസ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്, ശക്തമാണ്. ഭാരതത്തെ ഒരു രീതിയിലും തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ബോധ്യം ചൈനയ്ക്ക് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയെ അവിടെ ചർച്ചയ്ക്ക് വിളിച്ചത്. നമുക്ക് തന്നെ അറിയാം, സൈനിക ആയുധങ്ങളുടെ കാര്യത്തിൽ, പ്രതിരോധ ആയുധങ്ങളുടെ കാര്യത്തിൽ ചൈനയേക്കാൾ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു മിസൈൽ തൊടുത്താൽ അതിനെ ഭേദിക്കാൻ കഴിയാത്ത രീതിയിൽ അതും അമേരിക്ക ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ചെന്ന് നാശം വിതയ്ക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള ആയുധങ്ങളാണ് നമ്മൾ സ്വയം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു രാജ്യത്തിൻ്റെ സഹായമില്ലാതെ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ പരീക്ഷിച്ച ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ, സുദർശന ചക്രത്തിൻ്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളാണ്. അത്രമാത്രം ഭാരതം ലോകത്ത് ശക്തമാണ് എന്നുള്ളത് കൊണ്ട് ചൈന പോലും അവരുടെ ആ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ രാജ്യവുമായിട്ട് സഹകരിക്കാൻ, നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് സഹകരിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ദൃഢനിശ്ചയമുള്ള ഒരു പ്രധാനമന്ത്രി, എന്നേക്കാൾ വലുത് എൻ്റെ രാജ്യമാണ് എന്ന ആ ഒരു ചിന്ത, ജനനീ ജന്മഭൂമിശ്ച സ്വർഗായപി ഗരീയസി എന്ന ആ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘപുത്രനായ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്നതുകൊണ്ട് മാത്രമാണ് ചൈന ഇങ്ങനെ നമ്മളെ ഭയപ്പെടാൻ തുടങ്ങിയതും രാഷ്ട്രത്തിന്, നമ്മുടെ രാജ്യത്തെ ലോക രാജ്യങ്ങൾ എല്ലാം വളരെ പ്രതീക്ഷയോടെയും ഭയത്തോടെയും നോക്കിക്കാണാൻ തുടങ്ങിയത്. ഇതിനുമുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. ഇത് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ ഇന്ത്യ ഇത്രയും ശക്തമാകുന്നതിൽ അമേരിക്കയും ഭയപ്പെടുകയാണ്. അമേരിക്കയേക്കാൾ ശക്തമാകും. ഒരു 10-15 വർഷത്തിനുള്ളിൽ അമേരിക്കയേക്കാൾ വലിയ ശക്തിയാകും ഇന്ത്യ എന്ന് മനസ്സിലാക്കിയ ഈ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ്, അമേരിക്ക വലുതാകണം, ഇന്ത്യ നശിക്കണം എന്ന് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന, ഇന്ത്യയെ തകർക്കണം എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ്. അവർക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. അവർ നോക്കിയപ്പോൾ ഇങ്ങനെ BJPയുടെ സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനെ തുടർന്നാൽ അത് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമാക്കും, അത് തങ്ങൾക്കത് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് ഇപ്പോൾ ട്രംപ് അതിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്.
നമ്മുടെ ഈ സർക്കാരിനെ തകർക്കുന്നതിനായി, താഴെ ഇറക്കുന്നതിനായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളെയും വിലക്കെടുത്തിരിക്കുകയാണ്. അവരെ കൊണ്ട് രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കിക്കുക എന്നുള്ള ശ്രമത്തിലാണ്, രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. ആ ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് പലവിധ അനാവശ്യ സമരങ്ങളുമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഒരു തെറ്റായ ഒരു ചിന്താഗതി വളർത്താൻ വേണ്ടി ഈ രാഹുലിൻ്റെ നേതൃത്വത്തിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. വോട്ട് കൊള്ള എന്ന് പറഞ്ഞ്. എന്താ ഈ വോട്ട് കൊള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് ഈ രാഹുലിനോട് ചോദിച്ചാൽ അയാൾ പറയും, അതൊന്നും എനിക്കറിയത്തില്ല, എന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പറഞ്ഞു, ഇങ്ങനെ ഒരു തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു, ഞാനത് അനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്നേ അയാൾ പറയത്തുള്ളൂ. കാരണം വോട്ട് കൊള്ള എന്ന് പറഞ്ഞ ഒരു സംഭവം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. വോട്ട് അങ്ങനെ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ നോക്കൂ എന്ന്. അങ്ങനെ ഒരു വിഡ്ഢിയാനല്ല അയാൾ ബുദ്ധിമാനാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൽ നിന്ന് കോടികൾ മേടിച്ചിട്ട് എന്തായാലും അയാളുടെ ജീവിതത്തെയൊക്കെ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാം. എന്നാൽ ഇങ്ങനെ ആകട്ടെ, കുറേ പണം സമ്പാദിക്കുക എന്നുള്ള രീതിയിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ നിന്ന് കോടികൾ മേടിച്ചുകൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയത്, അല്ലെ BJP അധികാരത്തിലേറിയത് ഒരു വ്യാജ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല. കാരണം നമുക്കെല്ലാം അറിയാം, ഒരാളിൻ്റെ പേര് പലയിടത്ത് വോട്ടർ പട്ടികയിലുണ്ടെങ്കിലും ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. വസ്തുത അതായിരിക്കും. ഇയാൾ പറയുന്നത് എന്താണ്, ഈ ഒരു മണ്ഡലത്തിൽ 10,000-15,000 വ്യാജ വോട്ടർമാരുണ്ട്, ഒരു വോട്ടർക്ക് 10-20 അടുത്ത് വോട്ടർ പട്ടിക പേരുണ്ട്. അങ്ങനെ വ്യാജ വോട്ടുകൾ ചെയ്താണ് BJP അല്ലെന്നുണ്ട് നരേന്ദ്രമോദി അധികാരത്തിലേറിയത് എന്നുള്ള രീതിയിൽ വ്യാജ പ്രചരണം നടത്തി നമ്മുടെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ രാഹുൽ ഗാന്ധി. ഇതിനിടയ്ക്ക് ബീഹാറിൽ വെച്ച് അയാൾക്കെതിരെ ഇപ്പോൾ ജനങ്ങൾ തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ട് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള തോന്നിവാസമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ ഇപ്പോൾ യാത്ര നടക്കുകയാണ്. ഇയാളുടെ വോട്ടവകാശ യാത്രയോ ഏതാണ്ടൊക്കെ പേരിട്ടുകൊണ്ട്, ഇതെല്ലാം പേരെല്ലാം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് ഒരു പാവക്കൂത്തുകാരൻ പാവയെ ചരട് വെച്ച് വിരലുകൊണ്ട് ചലിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്, ജോർജ് സോറോസും ഇപ്പോൾ ട്രംപും അതിൻ്റെ ഭാഗമാണ്. ഈ പ്രതിപക്ഷങ്ങളെല്ലാം ആ ചരടേക്ക് പാവക്കൂത്ത് പോലെ പാവ കളിപ്പിക്കുന്നതിനോട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള യാത്ര ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ അവിടെ തിരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ നടന്ന് പ്രധാനമന്ത്രിയെ അമ്മയെ തെരയും വിളിച്ചുകൊണ്ട് നടക്കുന്നതോടുകൂടി ജനങ്ങൾ വളരെയേറെ അയാൾക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്ത് തങ്ങളെ അധികാരത്തിലേറ്റുകയില്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായതോടുകൂടി ആരെയാണോ ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ തയ്യാറായിരിക്കുന്നത്, നെഞ്ചേറ്റിയിരിക്കുന്നത്, അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ അമ്മയെ തെറി പറഞ്ഞ് ആത്മനിവൃത്തി അടയുകയാണ് ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രതിപക്ഷ നേതാവാകാനുള്ള യോഗ്യതയോ പക്വതയോ ഇല്ല. എന്നുവെച്ചാൽ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവി വഹിക്കാൻ കഴിയും? ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പൗരത്വം സ്വീകരിച്ചിട്ട് അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ ഇങ്ങനെ ഈ ഇന്ത്യയിൽ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അത് ഇന്ത്യയിൽ നിയമവിരുദ്ധമായിട്ട് അതുപോലും മറച്ചു വെച്ചുകൊണ്ട് രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നടക്കുന്ന വിദ്വാനാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. അതെന്തായാലും ആ ഒരു മോഹം നടക്കില്ല എന്നുള്ളത് രാഹുലിനും പൂർണ്ണമായിട്ട് അറിയാം, കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. ഇപ്പോൾ രാഹുലിൻ്റെ കൂടെ നടന്ന് രാജ്യത്തിൻ്റെ നേതൃത്വത്തെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും അറിയാം. ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വേണുഗോപാൽ എന്ന് പറയുന്ന ആ വിദ്വാന് വരെ അറിയാം
ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നിട്ടും ഓടി നടന്ന് തെറി പറയുന്നത് പറഞ്ഞാൽ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൽ നിന്ന് ലഭിക്കുന്ന ആ ധനത്തിന് ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്തു ഒന്ന് കാട്ടിക്കൂട്ടണ്ടേ? അതിനുവേണ്ടി പലതും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഇവിടെ നമ്മുടെ രാഷ്ട്രവിരുദ്ധരായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടുപിടിച്ചിരിക്കുന്നു. അവരിത് ഇവരുടെ കൂടെയാണ്. കാരണം അവർ കൂടെ വരാതിരിക്കുമോ? അവർ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പറഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ദേശീയതയില്ല. ഇത് പല ദേശീയതയാണ് ഭാരതം എന്ന് പറയുന്നത്. മദ്രാസുകാരനൊരു ദേശീയത, അതായത് തമിഴ്നാട്ടുകാരനൊരു ദേശീയത, കർണാടകക്കാരൻ മറ്റൊരു ദേശീയത, തെലുങ്കൻ ആ ഒരു ദേശീയത, ഒറീസക്കാരൻ, ബംഗാളി, പഞ്ചാബി, ഇവരൊക്കെല്ലാം പ്രത്യേക ദേശീയതയും സംസ്കാരവുമാണ്. അതുകൊണ്ട് ഇവരെല്ലാം പ്രത്യേക രാജ്യമായിട്ട് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യം വേണ്ട, ഇതെല്ലാം കൂടെ എല്ലാം വിഘടിച്ചു മാറി എല്ലാവർക്കും പ്രത്യേകം സ്വാതന്ത്ര്യം കൊടുക്കണമെന്നായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ആവശ്യപ്പെട്ടിരുന്നത്. അവർക്ക് ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു ഇന്ത്യയെ എങ്ങനെ വിഘടിപ്പിക്കാം എന്നുള്ളതിന്. അതിനു വേണ്ടി ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ചരടുവലിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ചേർന്ന് ഇന്ത്യ സർക്കാരിനെന്ന് പറയാൻ ഒക്കത്തില്ല, ഇന്ത്യക്കെതിരെ ഇപ്പോൾ ചന്ദ്രഹാസ് വളർത്തിക്കൊണ്ട് നടക്കുകയാണ് ഈ പ്രതിപക്ഷങ്ങളെല്ലാം കൂടി. അത് ജനങ്ങൾ കാണുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിലും ഇനി ഒരു 50 വർഷമെങ്കിലും രാഹുൽ ഗാന്ധി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകാം എന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള അവസ്ഥയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തെ അദ്ദേഹവും കാണത്തില്ല, ഈ പറയുന്ന ഞാനും കാണത്തില്ല, നമ്മളാരും കാണത്തില്ല. 50 വർഷം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് മനസ്സിലായിക്കോളും, രാഹുൽ ഗാന്ധി അല്ല, അയാളുടെ കുടുംബത്തിൽ നിന്ന് ഇനി ആരും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേറുകയില്ല. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.